എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സ്നാക്കാണ്. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡുകളുടെ സൈഡ് പാർട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതേ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിയാതെ കിട്ടും. ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെയ്യും ഓയിലും ഒന്നും ചേർക്കാതെ തന്നെ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുത്താൽ ബ്രെഡ് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കാരമലൊന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കൂടുതലാവണ്ട. ഇതൊരു ബ്രൗൺ കളറായി വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കും ഇതേപോലെ ആയി കിട്ടാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. നല്ലോണം കളർ മാറാൻ വേണ്ടി നിൽക്കരുത്, അപ്പോൾ കയ്പ്പ് രസം ഉണ്ടാകും. ചെറിയ രീതിയിൽ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടറാണ് ഇട്ടെടുക്കുന്നത്. ഈ ബട്ടർ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ നല്ലോണം മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം. ഇപ്പോൾ കാരമൽ ആയതുകൊണ്ട് തന്നെ ഒട്ടി പിടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പരത്തിട്ടെടുക്കുന്നത്. ചൂടാറി കഴിഞ്ഞാൽ ഈ ബ്രെഡ് നല്ല ഹാർഡായിട്ട് വരും. ബ്രെഡൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു ബ്രെഡ് ക്യാൻഡിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ക്യാൻഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.